ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയലയിട്ട് വെച്ചിട്ടൊരു അടിപൊളി ഗ്രേവി ആട്ടോ. ഇത് പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാം. നമുക്ക് അയില ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് മസാല പരട്ടിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ തന്നെ ഒക്കേതും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണ് മീൻ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ അയിലൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതേ ഒരു പാനിൽ തന്നെ വലിയ ജീരകം ചേർക്കുക. ഇതിലേക്ക് പിന്നീട് പച്ചമുളക് ഒരു 2 അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു 1.5 ടീസ്പൂണോളം ഇതൊക്കെ ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 3 വലിയ ഉള്ളിയും കൂടി ചെറിയ രീതിയിൽ ചെറുങ്ങനെ നന്നാക്കി എടുക്കുക. സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 തക്കാളിയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോഴാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത് കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി നമുക്ക് എത്ര എരിവ് അതിനനുസരിച്ച് ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂണും ചേർക്കണം കേട്ടോ. ഈ മസാലയൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ട് പിന്നീട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഈ മസാലക്കൂട്ടിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കുക. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് യോജിപ്പിക്കുക. അങ്ങനെ ഈ മസാല നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച മീൻ ഓരോന്നായിട്ടും ചേർക്കുക. ഇപ്പോൾ നന്നായിട്ട് ഈ മസാലയും മീനും കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഉടയാതെ രീതിയിൽ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗ്രേവി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ഒന്ന് കീറിയിട്ടിടാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.